സസ്പെൻഷനിൽ ആണെങ്കിലും പാലക്കാട്ടെ കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മാങ്കൂട്ടത്തിൽ സജീവമാണ്. പാർട്ടിയിലേക്ക് ഒരു റീ എൻട്രിക്ക് തന്നെയാണ് രാഹുലും ശ്രമിക്കുന്നത്. ഈ സമയത്താണ് വീണ്ടും രാഹുലിന്റെ ചാറ്റുകളും ഓഡിയോയും പുറത്തു വരുന്നത്. ഇതിൽ പെൺകുട്ടിയെ ഗർഭിണിയാക്കാൻ നിർബന്ധിക്കുന്നതും അതിനുശേഷം അബോർഷന് വേണ്ടി വാശി പിടിക്കുന്നതുമാണ് ഉള്ളത്. പതിവ് പോലെ ഇതും രാഹുൽ നിഷേധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെ ഈ നീക്കങ്ങളെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതാണ് എന്ന അഭിപ്രായവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. രാഹുലിനെതിരെ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ പരാതി നൽകും എന്ന വിവരം പലരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതുവരെയും കൃത്യമായ ഒരു പരാതി ഇല്ലാത്തതാണ് രാഹുലിനും കോൺഗ്രസിനും ആശ്വാസം നൽകിയിരിക്കുന്നത്. പരാതി ലഭിക്കുകയാണെങ്കിൽ രാഹുലിന്റെ അറസ്റ്റിനും താമസം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. എന്തിനാണ് മുൻപൊരിക്കലും ഇല്ലാത്തൊരു വേഗത പോലീസിന് ഇക്കാര്യത്തിൽ വരുന്നത്? ഉത്തരം ലളിതമാണ്. തുടർ ഭരണം ലക്ഷ്യമിട്ട് മുന്നോട്ട് കുതിച്ച LDFന് പിന്നിൽ നിന്നേറ്റ വലിയ തിരിച്ചടിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. അതിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള CPMന്റെ ആയുധത്തിന്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും കേരളം സാക്ഷിയാകുവാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഈ വിവാദം കത്തിക്കയറുന്നത്. ഇതിനിടയിൽ ഈ വിവാദം എപ്പോഴേക്ക് ശക്തിയായി വീശിയടിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം കൃത്യമായി CPM രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പത്മകുമാർ അടക്കമുള്ള പിണറായി വിജയന്റെ വാലാട്ടികളും മറ്റു നേതാക്കന്മാരും അഴിക്കുള്ളിലാവുകയും ചെയ്തതോടെ വീണ്ടും ഈ വിവാദം ആളിപ്പടരുന്നുണ്ട്. CPM നേതാക്കൾ അഴിക്കുള്ളിലായതോടെ ലൈംഗികാരോപണ വിഷയത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഇപ്പോൾ CPM ഇടപെട്ട് നടത്തുന്നുണ്ട്. രാഹുലിനെതിരെ ആരോപണം ഉയർത്തിയ പെൺകുട്ടിയെ കൊണ്ട് പരാതി സമർപ്പിക്കാനുള്ള വഴികൾ CPM തേടിക്കഴിഞ്ഞു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് പെൺകുട്ടിയോട് പരാതി നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി നേരിട്ട് പരാതി സമർപ്പിക്കാൻ സമ്മതമാണെന്ന് മാധ്യമപ്രവർത്തക കൂടിയായ പെൺകുട്ടി സമ്മതിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. കോൺഗ്രസും BJPയും ശബരിമല മുൻനിർത്തി പ്രചരണം ശക്തമാക്കുമ്പോൾ അതും ഈ മണ്ഡലകാലത്ത് കൂടി ആയതോടെ ഇരട്ടി ഇഫക്റ്റ് ഉണ്ടാക്കുമെന്ന് CPM ഉറപ്പിക്കുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾ ചർച്ചയാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയും ഇരു പാർട്ടികളിൽ നിന്നുണ്ടായതോടെയാണ് മറ്റു തന്ത്രങ്ങളിലേക്ക് CPM ചുവടുവെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം CPMന് നല്ലൊരു ആയുധമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ ആരോപണങ്ങൾ എന്തും പുറത്തുവരുന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും എന്ന് ഉറപ്പാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് CPM ഇപ്പോൾ വിവാദം ആളിക്കത്തിക്കുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ടടിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയ തിരിച്ചടി ഉണ്ടാവുമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും തിരിച്ചടി. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് CPM രാഹുൽ വിവാദം ആളിക്കത്തിച്ച് തന്നെ നിർത്തുന്നത്. അത് വിലപിടിപ്പുള്ള ആയുധമാണെന്ന തിരിച്ചറിവിലാണ് രാഹുൽ വിഷയത്തിൽ മുഖ്യമന്ത്രി പോലും ഇടപെടുന്നത്. യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുന്ന പരാതി കിട്ടിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്നും നിലവിൽ പറയാൻ സാധിക്കും.